സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം ദൈവം നൽകുന്ന രക്ഷ നിയമവും കൃപാവരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ അഭിമന്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, മെൽബി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1989 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: നീതീകരണം പാപങ്ങളുടെ പൊറുതി മാത്രമല്ല, ആന്തരിക മനുഷ്യൻ്റെ വിശുദ്ധീകരണവും നവീകരണവും കൂടിയാണ്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യെസ്, നീതീകരണം എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്ന പല ഫലങ്ങളെ വിശദീകരിക്കുമ്പോഴാണ് മതബോധന ഗ്രന്ഥം ഈ പ്രസ്താവന നടത്തുക. അതായത് നീതീകരണത്തിൻ്റെ ഒന്നാമത്തെ ഫലം പാപങ്ങളുടെ മോചനം തന്നെയാണ്. നമ്മുടെ പാപങ്ങൾ ഇല്ലാതായി തീരുകയും നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അതാണ് നീതീകരണത്തിൻ്റെ ആദ്യ ഫലം. അത് മാത്രമല്ല, ഈ ഒരു കാര്യം കൂടി ഉണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്. ഏതാണ്? നമ്മിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. ആന്തരിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഏതാണ്? നമ്മിലെ ദൈവീകതയോട് ആഭിമുഖ്യമുള്ള ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കണം, പാപം ചെയ്യരുത്, വരപ്രസാദത്തിൻ്റെ വഴിയെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചിന്താഗതിയാണ് ആന്തരിക മനുഷ്യൻ എന്ന് പറയുക. അതിനെ ശക്തിപ്പെടുത്താനും ഈ നീതീകരണം വഴി സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് കൂടുതൽ വരപ്രസാദത്തിൽ വളരാൻ, അതുപോലെ കൂടുതൽ നന്മപ്രവർത്തികൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുകയും അതിനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ പറഞ്ഞ പ്രസ്താവനയുടെ അർത്ഥം. നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് പാപത്തോടുള്ള സ്വാഭാവികമായ അഭിവാഞ്ചയിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താണ്? നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. പാപം ഇല്ലാതായിരിക്കുന്ന അവസ്ഥ, അല്ലെ പാപത്തോട് അകലം സൂക്ഷിക്കുന്ന അവസ്ഥ, നന്മയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവസ്ഥ, അത് നമ്മളിൽ ശക്തമാണോ എന്ന് ചിന്തിക്കും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജോറി സാറാണ്. പിതാവെ, അതിനോടനുബന്ധമായൊരു സംശയമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അടുത്ത കാലത്ത് നടത്തിയൊരു നിരീക്ഷണമാണ്. വിശുദ്ധി കൂടാതെയുള്ള മരണമാണ് ഏറ്റവും വലിയ പാപമെന്ന് പരിശുദ്ധ പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് ജീവിതത്തിൻ്റെ തിരിച്ചറിവില്ലാത്തൊരു കാലത്ത് തിന്മയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം മരണത്തിലൂടെ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തെ തിരിച്ചറിയുകയും വിശുദ്ധിയിലൂടെ കടന്നു വന്നതിന് ശേഷം മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ് ദൈവവുമായി യോജിക്കുമോ? തീർച്ചയായും യോജിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വ്യക്തി നന്മയിലേക്ക് കടന്നു വന്നു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈശോമിശിഹായുമായുള്ള ബന്ധം സ്ഥാപിച്ചു എന്നാണ് എങ്കിൽ ആ വ്യക്തി നിശ്ചയമായും രക്ഷ പ്രാപിക്കും. കാരണം നമ്മുടെ പരിശ്രമങ്ങളോ കഴിവുകളോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈശോമിശിഹായിൽ പിതാവായ ദൈവം നമുക്ക് സൗജന്യമായി രക്ഷ തന്നിരിക്കുകയാണ്. ഈശോയെ കണ്ടെത്തിയ എല്ലാ വ്യക്തികളും രക്ഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ കുറേ കാലത്തേക്ക് പാപത്തിലായിരുന്നല്ലോ, പിന്നെ കുറേ കഴിഞ്ഞ് നന്നായി കഴിഞ്ഞപ്പോൾ ഈശോയോടൊത്ത് ജീവിക്കാൻ പറ്റി. പക്ഷേ ആ പഴയ പാപം നമ്മളെ വേട്ടയാടുമല്ലോ എന്നുള്ള ചിന്താഗതിയുമായി കഴിയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാ പാപങ്ങൾക്കും എന്നേക്കുമായി ദൈവപുത്രൻ പരിഹാരം ചെയ്ത് നമ്മെ നീതീകരിച്ചു. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യരക്ഷ അപകടത്തിലാകുന്നില്ല. സഭയിൽ നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ 15-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ അവിഹിതമായി ജനിപ്പിച്ച മനുഷ്യനാണ് അഗസ്റ്റിൻ. അദ്ദേഹം 33-ാം വയസ്സിലാണ് മാനസാന്തരപ്പെടുന്നത്. ആ മാനസാന്തരം വരെയുമുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റേത് ഏറ്റവും അഴുക്ക് ജാലുകളിലൂടെ ഇഴഞ്ഞുള്ള ജീവിതമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ
ഏറ്റുപറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പിന്നീട് അദ്ദേഹം സഭയിൽ വൈദികനായി, മെത്രാനായി, വേദപാരംഗതനായി തീർന്ന് വലിയ സഭാപിതാവായി തീർന്നു, അല്ലേ? അത് സൂചിപ്പിക്കുന്ന എന്താണ്? ഏതൊരു പാപിക്കും വിചാരിച്ചാൽ വിശുദ്ധനും വേദപാരംഗതനും സഭാപിതാവുമായി തീരാം എന്ന് തന്നെ. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2003 ഖണ്ഡികയിൽ കൂദാശപരമായ കൃപാവരത്തെക്കുറിച്ചും സവിശേഷ കൃപകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവ എന്താണെന്ന് വേർതിരിച്ചെന്ന് പറയുമോ? അതുപോലെ തന്നെ പ്രസാദവരവും കൃപാവരവും ഒന്ന് തന്നെയാണോ? ഓക്കെ, വരപ്രസാദത്തെ പല രീതിയിൽ വിഭജിക്കുന്നതിനെ കുറിച്ചാണ് ടീച്ചറിൻ്റെ ചോദ്യം, അല്ലേ? വരപ്രസാദം എന്ന് പറയുമ്പോൾ അത് സാക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശേഷാൽ വരപ്രസാദം, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ടീച്ചർ ചോദിക്കുക. ഓരോ കൂദാശയ്ക്കും അതിൻ്റെ തനത് വരപ്രസാദമുണ്ട്. ഇപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന സാക്രമെൻ്റൽ ഗ്രേസാണ് പാപമോചനം. പാപമോചനം, മാരക പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്ന ആ ഒരു വരപ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചേ പറ്റൂ. അത് ആ വരപ്രസാദം ആ കൂദാശയുടെ അനുഗ്രഹമാണ്. മനസ്സിലാവുന്നു? ഈശോ മിശിഹായുടെ നിത്യജീവൻ നൽകുന്ന തിരുശരീര രക്തങ്ങളാകുന്ന അനുഗ്രഹം കിട്ടണമെങ്കിൽ അത് വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? വേറെ ഏതെങ്കിലും ഒരു കൂദാശ സ്വീകരിച്ചിട്ട് ഈശോയുടെ ശരീരരക്തവും കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ല. അതാണ് ഓരോ കൂദാശയ്ക്കും അതിൻ്റേതായ തനത് സ്വഭാവമുള്ള വരപ്രസാദമുണ്ട്. ആ വരപ്രസാദത്തെയാണ് എന്തെന്ന് വിളിക്കുക? കൗദാശിക വരപ്രസാദം എന്ന് പറയും. 7 കൂദാശകളുണ്ടല്ലോ, ആ 7 കൂദാശകൾക്കും തനത് വരപ്രസാദങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നവരാണ് നിങ്ങളിൽ നല്ലൊരു പങ്കും വിവാഹിതരാണ്, അല്ലേ? നിങ്ങൾ ആ കൂദാശ സ്വീകരിച്ചപ്പോൾ ഒരു ജീവിത പങ്കാളിയെ മാത്രമല്ല സ്വീകരിച്ചത്, ആ ജീവിത പങ്കാളിയോടൊത്ത് കൃപയുടെ ജീവിതം നയിക്കാനുള്ള ദൈവാനുഗ്രഹം കൂടി നിങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പൗരോഹിത്യം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തന്നുവെന്ന്. അതിലെന്തെങ്കിലും വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായാൽ അത് ഞങ്ങൾ ആ കൃപയോട് സഹകരിക്കാതെ വരുന്നതുകൊണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ കൗദാശിക വരപ്രസാദത്തെ മറ്റ് വരപ്രസാദങ്ങളിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കണം. ഓരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരപ്രസാദമുണ്ട്. അതാണ് വിശേഷാൽ വരപ്രസാദം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഗ്രേസുകൾ എന്നൊക്കെ പറയുന്നത്. ആ രീതിയിലുള്ളതാണ്. ഇപ്പം തിരുവചനം പ്രസംഗിക്കാനുള്ളൊരു വ്യക്തി അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ വ്യക്തിയെ നല്ല രീതിയിൽ വചനം പറയാൻ അഭിഷേകം ചെയ്യുന്നു. അത് കൗദാശിക വരപ്രസാദമല്ല, അതൊരു വിശേഷാൽ വരപ്രസാദമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പലതും ഇങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള വരപ്രസാദമാണ്. ഇപ്പം രോഗശാന്തി വരെ ഒരാൾക്ക് കൊടുക്കും. രോഗശാന്തി വരത്തെ വേണമെങ്കിൽ രോഗീലേപനം എന്ന കൂദാശയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാം. പക്ഷേ അതല്ലാതെയും രോഗശാന്തി വരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഭാഷാവരത്തോടെ സംസാരിക്കുക, അതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അതിനുള്ള വരപ്രസാദമുള്ളവർക്ക് കിട്ടുന്നു. അപ്പോൾ പ്രത്യേക വരപ്രസാദങ്ങളും കൗദാശിക വരപ്രസാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയും. പ്രസാദപരവും വരപ്രസാദവും എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അത് ഒരേ അർത്ഥത്തിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നത്. വ്യക്തമായല്ലോ അല്ലേ? ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എന്നാൽ ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു എന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് വീഴുന്നത്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. യെസ്, സാറിൻ്റെ പേരെന്നാ? ജോബിൻ സാറ് അല്ലേ? എല്ലാം മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ദൈവം കാര്യങ്ങളെല്ലാം അറിയുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്, അല്ലേ? അതായത്
ഈ റോമാലേഖനം 8:28 പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, എല്ലാവരെയും തൻ്റെ പുത്രനോട് അനുരൂപപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം എടുത്തു കളഞ്ഞു എന്നതിനർത്ഥമില്ല. വിധിയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. വിധി എന്ന് പറഞ്ഞാൽ എല്ലാം പണ്ടേ വിധിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ എന്നാ ചെയ്തിട്ടും കാര്യമില്ല, മനുഷ്യൻ്റെ തലവരെയാണ്, ഗതിയില്ല, ഞാൻ നശിക്കാൻ വിധിക്കപ്പെട്ടതാണ്, ഞാൻ നരകത്തിലെ വിറകുള്ളിയാകാൻ നീക്കി വയ്ക്കപ്പെട്ട ആളാണ്, ഞാൻ എത്ര നന്മ ചെയ്താലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ല, കാരണം എന്നെ ദൈവം പണ്ടേ നരകത്തിന് വേണ്ടി വിധിച്ചതാണ്. അതല്ല എങ്കിൽ ചിലർ പറയും, ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള ആൾ തന്നെയാണ്, എന്നാ തരികട കളിച്ച് നടന്നാലും അവസാനം ഞാൻ മാനസാന്തരപ്പെടുകയും സ്വർഗം അവകാശമാക്കുകയും ചെയ്യും, കാരണം ദൈവം അങ്ങനെ വിധിച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് എന്ന് ചിന്തിക്കരുത്. അത് അവിവേകമാണ്. അങ്ങനെ മനുഷ്യനെ ദൈവം മുൻകൂട്ടി വിധിച്ച് സ്വർഗത്തിനോ നരകത്തിനോ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുള്ളൂ. ഏതാണ്? അവരെല്ലാവരും തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ കാത്ത് നിത്യജീവൻ പ്രാപിക്കണം. ഊഴിയം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണം പാലിച്ച് നിത്യജീവൻ പ്രാപിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും ഉള്ളത് ആ പദ്ധതിയാണ്, അല്ലേ? ആ പദ്ധതിയാണ് നമ്മൾ തകിടം മറിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻധാരണ, മുൻ നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് നമ്മൾ വാദിച്ചാൽ അതിനെ ഇന്നവൻ നശിക്കാനും ഇന്നവൻ രക്ഷിക്കപ്പെടാനും എന്നുള്ള രീതിയിലില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. അതാണ് റോമാലേഖനം 8:28 പറഞ്ഞതും മതബോധന ഗ്രന്ഥം അത് കോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാ. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചേക്കുന്നത്. എല്ലാം നമുക്ക് നന്മയാകണമെന്ന ഒറ്റ ഉദ്ദേശമേ ദൈവത്തിനുള്ളൂ. അത് തിന്മയായി മാറുന്നുണ്ട് എങ്കിൽ ആരുടെ ഉത്തരവാദിത്വം അത്? മനുഷ്യൻ്റെയാണ്, അല്ലേ? മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, മനുഷ്യൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് തിന്മയായി മാറുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വിരുദ്ധമായി മനുഷ്യൻ നടക്കുമ്പോൾ അത് തിന്മയായി തീരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. അതാണ് ഇവിടെ അടിസ്ഥാനപരമായ വിഷയം. അല്ലാതെ ദൈവം എന്നെ പാപം ചെയ്യാൻ നിശ്ചയിച്ചു, അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോവുകയാണ്, ഞാനൊരുത്തനെ കൊന്നു, അത് ദൈവനിശ്ചയമായിരുന്നു ഞാൻ അവനെ കൊല്ലണമെന്ന് എന്ന് ചിലർ പറയാറുണ്ട്, അല്ലേ? അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഞാൻ അവനെ കൊല്ലുക, ഞാൻ ഈ തോന്നിയാസം ചെയ്യുക, ഈ തെമ്മാടിത്തം കാണിക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ല. അതാണ് റോമാലേഖന കർത്താവ് പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയാക്കിയാണ് മാറ്റുന്നത്. അതാണ് പണ്ടത്തെ നമ്മളുടെ ബാൾട്ടിമോർ കാറ്റഗിസം പഠിപ്പിച്ചിരുന്നത്. ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ദൈവം. എന്തിനു വേണ്ടി നിന്നെ സൃഷ്ടിച്ചു? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ഊഴിയം ചെയ്ത് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവിധം ദൈവം നിന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ, അത് നമ്മൾ രക്ഷ പ്രാപിക്കണം എന്ന പദ്ധതി. പിതാവേ, മുൻ തലമുറ ചെയ്ത ചില ഗുരുതരമായ പാപങ്ങൾ അടുത്ത തലമുറകളിലേക്കും പകർത്തപ്പെടുമെന്നുള്ള രീതിയിൽ ചില പഠനങ്ങളുണ്ട്. ഇത് ഒന്ന് വിശദീകരിക്കാമോ? ചില ഗുരുതരമായ തെറ്റുകൾ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന് വിശുദ്ധ ഗ്രന്ഥപരമായോ സഭാപരമായോ അടിസ്ഥാനങ്ങളില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭാപ്രബോധനങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഓരോ വ്യക്തിയും അവനവൻ്റെ പാപത്തിനാണ് കണക്ക് കൊടുക്കേണ്ടത്, അല്ലേ? നമ്മുടെ 14 തലമുറകൾക്ക് അപ്പുറത്ത് വല്യപ്പൻ്റെ അപ്പൂപ്പൻ ആഭിചാരം ചെയ്തോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? ഞാൻ അറിയാത്ത തെറ്റിന് ഞാനെങ്ങനെയാണ് പരിഹാരം ചെയ്യാൻ പറ്റുക? ഞാൻ അറിയാത്ത തെറ്റിന് ഞാനെങ്ങനെയാണ് ശിക്ഷാവിധിക്ക് അർഹനാകുന്നത്, അല്ലേ? അതിനകത്തൊരു അന്യായമുണ്ട്. ദൈവം ഒരിക്കലും അന്യായം പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഗലാത്യ ലേഖനം 3:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈശോ മിശിഹായിൽ വിശ്വസിച്ചു എന്നതിനാൽ നിങ്ങൾ എല്ലാ നിയമത്തിൻ്റെയും ശാപത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, അല്ലേ? ശാപങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്ന എപ്പോഴാണ്?
ഈശോ മിശിഹായെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച എല്ലാ വ്യക്തികളും എല്ലാത്തരം ശാപത്തിൽ നിന്നും സ്വതന്ത്രനാണ്. ഇനി ആർക്കെങ്കിലും ശാപം ഉണ്ടെന്നോ തകർച്ച ഉണ്ടെന്നോ വിചാരിച്ചാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്? ഏതാ മൈക്കെടുത്തെന്ന് പറഞ്ഞ ടീച്ചർ? ഏതാണ് വഴി? ഈശോ മിശിഹായിൽ വിശ്വസിക്കുക. ഈശോ മിശിഹായെ വിശ്വസിക്കും അല്ലേ? ഈശോ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് മുൻ തലമുറയിലെ ആരെങ്കിലും ചെയ്ത തെറ്റിന് പരിഹാരം എന്താണ്? നമ്മുടെ വിശുദ്ധമായ ജീവിതം. അത് മാത്രമേ ഉള്ളൂ പരിഹാരം. വേറെ പരിഹാരം തേടി നിങ്ങൾ അടുത്ത പൂജകളും വിധികളുമായി പോകരുത്. ഏറെ കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറെത്തും എന്നൊരു ചൊല്ലുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധവിശ്വാസങ്ങളുമായിട്ട് നടന്നാൽ നമ്മൾ സത്യവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിലുണ്ടായ പല വിഘടിത ഗ്രൂപ്പുകളും ഉണ്ടായത് ഈ തലമുറകളുടെ ശാപത്തെക്കുറിച്ച് അന്വേഷിച്ച് പുറകോട്ട് നടന്ന് അവർ സത്യവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തി, സഭാവിശ്വാസവും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് അപകടകരമായ ഒരു സമീപനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ശാപം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിൻ്റെ ദുരന്തമാണ്. ആ പാപത്തിൻ്റെ ദുരന്തം എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഞാൻ ബോധപൂർവം ശ്രമിക്കുക. ഇനി ഏതെങ്കിലും പാപം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിൽ അത് ഈശോയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ അതിനെ പരിവർത്തനപ്പെടുത്തും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജോർജ് സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സഭയിൽ മാമോദിസ സ്വീകരിച്ചവരോടുള്ള സംസർഗം മൂലം ക്രൈസ്തവർ തങ്ങളുടെ ജീവിത വിളി സാക്ഷാത്കരിക്കുന്നു. എന്നാൽ സർവ്വ മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സദ്വാർത്ത ക്രിസ്തുവിൻ്റെ ജനനം എന്ന നിലയിൽ മറ്റു മതങ്ങളോടുള്ള സഭയുടെ കാഴ്ചപ്പാടെന്താണ്? അതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ രണ്ട് കാര്യങ്ങളിലുള്ള വ്യത്യസ്തത എന്താണെന്ന് കൂടി വിശദീകരിച്ച് തരാമോ? യെസ്, നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞതാണ്. അതായത് ഈ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് രക്ഷ, അതിനെക്കുറിച്ച് സംശയമില്ല. ഈശോ തന്നെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈശോയുടെ ജനന വാർത്ത അറിയിച്ചപ്പോൾ മാലാഖ പറഞ്ഞത് അതാണ്, ഇതാ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം അല്ലേ? അതുപോലെ തന്നെ ഈശോ അന്ത്യത്താഴ് വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പറയുന്നത് എന്താ? ഇതാ സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും രക്ഷകനാണ് ഈശോ, ലോകത്തിൻ്റെ രക്ഷകനാണ്. ആ അർത്ഥത്തിൽ രക്ഷയുടെ സാർവത്രികത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ അക്രൈസ്തവനെയും കാണുമ്പോൾ ക്രിസ്ത്യാനിക്ക് വേണ്ടതെന്താ? ഇതാ എനിക്കൊരു ബന്ധവുമില്ലാത്ത അപരിചിതൻ, എന്നെ എതിർക്കുന്നവൻ എൻ്റെ ശത്രു എന്ന മട്ടിലല്ല നോക്കേണ്ടത്. ഓരോ അക്രൈസ്തവനോടും ക്രിസ്ത്യാനിക്ക് വേണ്ട മനസ്സ് എന്ന് പറയുന്നത് എൻ്റെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ തൻ്റെ തിരുരക്തം വിലയായി കൊടുത്ത് വീണ്ടെടുത്തവനാണ് ഈ മനുഷ്യൻ എന്ന ആദരവാണ് ഇതര മതവിശ്വാസിയോട് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹം അത് ഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ടാകില്ല, അത് വേറൊരു വിഷയം. പക്ഷെ അതങ്ങനെ അവരംഗീകരിക്കാത്തതിനും അറിയാത്തതിനും കാരണക്കാരനാരാ? ഞാനെന്ന വ്യക്തിയാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവൻ ഈശോയെ അറിയാൻ തടസ്സം നിൽക്കുന്നത് ആരാണ്? എൻ്റെ സാക്ഷ്യമില്ലാത്ത ജീവിതമാണ്, അല്ല എൻ്റെ വിപരീത സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. പ്രേക്ഷകരായ നിങ്ങൾക്കും CCAT-ലേക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.